ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺലെസ് ചിക്കൻ, സോൾട്ട്, പെപ്പർ, ഒരു മുട്ട, ഡാർക്ക് സോയ സോസ്, ഗ്രീൻ ചില്ലി സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്യാം. ഒരു സ്പൂൺ പെപ്പർ, നമുക്കിതിലേക്ക് ഒരു മുട്ട ബീറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യാം. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇത് നമുക്ക് നല്ലപോലെ ഈ ചിക്കനിലൊന്ന് കോട്ട് ചെയ്ത് പിടിക്കാം. നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം കോൺഫ്ലവറിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. 25 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിനി ഈ ചിക്കൻ കോൺഫ്ലവറിൽ ഡസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ നല്ലപോലെ കോൺഫ്ലവറിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ഗ്രേവി പ്രിപ്പയർ ചെയ്യാം. ഇനി ചില്ലി ചിക്കൻ്റെ ഗ്രേവി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സെലറി, ചില്ലി ചിക്കന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓണിയൻ ആണ് വേണ്ടത്. പക്ഷെ എനിക്ക് സ്പ്രിംഗ് ഓണിയൻ കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ സെലറിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 8 അല്ലി ഗാർലിക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഗ്രീൻ ചില്ലി നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഒരു 2 സവാള, വിനാഗിരി ഒരു 1/2 ടേബിൾ സ്പൂൺ, ക്യാപ്സിക്കം ഗ്രീൻ, യെല്ലോ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സോൾട്ട് ആവശ്യത്തിന്, പെപ്പർ ഒരു 1/2 ടേബിൾ സ്പൂൺ, റെഡ് ചില്ലി സോസ് 1.5 സ്പൂൺ, ടൊമാറ്റോ സോസ് 1.5 സ്പൂൺ, ഗ്രീൻ ചില്ലി സോസ് 1.5 സ്പൂൺ, ഒരു സ്പൂൺ ഡാർക്ക് സോയ സോസ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്.
ചിക്കൻ തിക്കാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യാണ്. ഇനി ഒരു 5 മിനിറ്റ്സ് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഫൈനലായിട്ട് ഇതിലേക്ക് കുറച്ച് പെപ്പർ കൂടെ ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചില്ലി ചിക്കൻ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ നമുക്ക് കുറച്ച് സെലറി ആഡ് ചെയ്യാം. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് സെസമി സീഡ്സ് കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല, എന്നാലും നല്ല റെഡ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഷനാണിത്. എല്ലാവർക്കും പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റും. എല്ലാവരും എൻ്റെ എല്ലാ വ്ലോഗ്സും കാണണം, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടണമെങ്കിൽ എല്ലാവരും ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണം. അടുത്ത വ്ലോഗ് കാണുന്നത് വരെ ബൈ.